ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. ഭാരതീയ കിസാൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷക സംവാദവും കർഷകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് കെ ശ്രീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കർഷകരായ TJ കുര്യൻ, ഡെന്നി കാവാലം, ബെന്നി കുറ്റ്യാത്ത്, സംസ്ഥാന അവാർഡ് നേടിയ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുരേഷ് കുറ്റൂർ എന്നിവരെ ആദരിച്ചു. ഇലവുങ്കൽ ഗോപിനാഥ്, വി സജീവൻ, VR സുനിൽ, രാജു ചുണ്ട, ജയപ്രകാശ് വെള്ളോറ, സജി തോപ്പിൽ എന്നിവർ പ്രസംഗിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കർഷക സംഘടനയാണ്. ഈ സംഘടനയുടെ പ്രവർത്തനം ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട സുനിൽ ആമുഖമായിട്ട് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഞാൻ ആവർത്തിക്കുന്നു. കാർഷിക നവോത്ഥാന യാത്ര കേരളത്തിൽ 3000 കിലോമീറ്റർ സഞ്ചരിച്ചു 28 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് എത്തുകയുണ്ടായി. കാസർഗോഡ് പോകുന്നത് അതിൽ ഏറ്റവും ഒന്നാമതായി ആവശ്യപ്പെടുന്ന ഒരു കാര്യം കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രതിമാസം 25,000 രൂപ പെൻഷൻ നൽകണമെന്നായി. കേരളത്തിൽ പ്രശ്നമുണ്ട്. കേരളത്തിൽ നമുക്ക് എപ്പോഴും ഒരു വൈറ്റ് കോളർ ജോലിയോടുള്ള അമിതമായ ആസക്തിയുണ്ട്. നേരെ പ്രശ്നം ഇപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം ഗുജറാത്തിലും രാജസ്ഥാനിലുമായിരുന്നു സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതിഗംഭീര സംസാരിക്കുന്നത് പ്രസന്റേഷൻ കൊടുത്തു. ശ്രീമതി നിർമ്മല ശ്രീനാരായണൻ ഒരു കേന്ദ്ര കാർഷിക പെൻഷനെ സംബന്ധിച്ച് തത്വത്തിൽ ഒരു അംഗീകാരം നമ്മളോട് നൽകിയിട്ടുണ്ട്. അത് എത്രമാത്രം പ്രായോഗികമായി വരും എന്നൊക്കെ അറിയില്ല. കാരണം നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം അല്ലാത്തതുകൊണ്ട് എങ്കിലും അത് ഉന്നയിക്കാൻ നമുക്ക് സാധിച്ചു. അവരതുകൊണ്ട് വളരെ നല്ല രീതിയിൽ പ്രതികരിച്ചു. ക്ഷേമ പെൻഷനുകൾക്ക് 2 സാധനമാണ്. അത് അവരവിടെ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ അതിൽ ഉപയോഗിക്കുന്ന ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താനായിട്ട്, അല്ല അതിനെ അന്വേഷിക്കാനായിട്ട് കമ്മിറ്റിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം നടക്കും. പിന്നെ ഞാൻ പറഞ്ഞു, ഈ ടാറ്റ വയറോൺ വലകൾ ഇൻഡിവിജ്വലായി ഫാമേഴ്സിനെ അത് സ്ഥാപിച്ചെടുക്കാനുള്ള സംവിധാനങ്ങൾ ഗവൺമെന്റ് ഒരുക്കിയാൽ ഇവിടുത്തെ എക്കോണമിയിൽ ഇന്നിപ്പോ നിങ്ങൾ പറഞ്ഞ കണക്കിന്റെ ഇരട്ടി ടൺ സാധനങ്ങൾ എത്തിച്ച് തരും നമ്മുടെ കർഷകർ. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ തന്നെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് കഴിയും. മൂന്നാമത്തെ കാര്യം, നമ്മുടെ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നു. ഞാനൊക്കെ കുറച്ച് അസൗകര്യമുള്ള സ്ഥലം, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഞങ്ങളുടെ മേഖലയിലില്ല, ഞങ്ങളുടെ മേഖലയിൽ എത്തിയിട്ടില്ല. അപ്പൊ ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ 3 ലക്ഷം രൂപ കിട്ടുന്ന 4% പലിശയുടെ ലോണില്ലേ, ഈ ലോൺ പഞ്ചായത്ത് റോഡ് മുട്ടിയുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ കിട്ടും. എല്ലാ കൃഷിക്കാരനും പഞ്ചായത്ത് റോഡ് മുട്ടി സ്ഥലം ഉണ്ടാവുമെന്ന് വിചാരിക്കാൻ പ്രയാസമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല. അപ്പൊ എനിക്കൊക്കെ 1.5 ലക്ഷം രൂപയാണ് കൃഷി. എന്നാൽ കാട് പിടിച്ച് കൃഷി ചെയ്യാതെ പഞ്ചായത്തുകളിൽ മുട്ടി സ്ഥലമുള്ളവർക്ക് 3 ലക്ഷം രൂപയ്ക്കാണ് ഈ പൈസ തിരിച്ചടച്ചിട്ടുള്ളത്. ചെറിയൊരു കാൽക്കുലേഷൻ 5 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിന് നഷ്ടം. അതായത് 5 ഏക്കർ കൃഷിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നതാണ്. നമ്മളത് 5 ലക്ഷം രൂപ നമുക്ക് ഒരു ദിവസം നഷ്ടപ്പെടുത്തുമ്പോൾ എന്നുള്ളൊരു വലിയ വാർത്തയാണ്. ഈ കാർഷിക വിളകളുടെ മൂല്യം കണക്കാക്കി കഴിഞ്ഞാൽ 4 വർഷം അത്രയും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ച് അദ്ദേഹം ചുറ്റുവേലികളെല്ലാം വെട്ടിക്കൊണ്ടാണ്. ഇത് ഈ സമുദായമായ ഏറ്റവും വലിയ ജീവിയാക്രമണമാണ്. ഒരു വാർത്തയായതുകൊണ്ട് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ നിറച്ചാർത്ത്. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ENT, സ്കിൻ, പൾമനോളജി, സൈക്കാട്രി, കൂടാതെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, കൂടാതെ ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഫിസിയോതെറാപ്പി, ഓഡിയോളജി, സ്പീച്ച് തെറാപ്പി, NICU, PICU സൗകര്യം, റേഡിയന്റ് വാമർ, ഫോട്ടോതെറാപ്പി, ECG, കൂടാതെ അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സൗകര്യം. ചികിത്സയ്ക്കിനി ചിലവേറില്ല. ചെറുപുഴ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനുമായി ബന്ധപ്പെടുക 04985 242 140. മൊബൈൽ 6238 064141.